കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റിന് ഇടുക്കി ജില്ലയിൽ നിന്നും ദേശീയ തലത്തിൽ വരെ താരങ്ങളെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ജില്ലയിലെ വിവിധ കളരിപ്പയറ്റ് കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷം ഭാരവാഹികൾ അറിയിച്ചതാണ് ഇക്കാര്യം. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റ് ലോകത്ത് തന്നെ ആദ്യമായി നിയമങ്ങളാൽ ചിട്ടപ്പെടുത്തിയ ഒരു ആയോധന മുറയാണ്. അതുകൊണ്ട് തന്നെയാണ് കളരിപ്പയറ്റിനെ എല്ലാ ആയോധന കലകളുടെയും മാതാവ് എന്ന് വിളിക്കുന്നത്. മറ്റുള്ള പല മാർഷൽ ആർട്ടുകളും കളരിപ്പയറ്റിൽ നിന്നും പ്രത്യക്ഷമായോ പരോക്ഷമായോ അതിന്റെ സ്വാധീനത്തിൽ നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളായ കഥകളി, കോൽക്കളി, വേലകളി, തച്ചോളിക്കളി തുടങ്ങിയ വിവിധ കലകളുടെ മുദ്രകളും കളരിപ്പയറ്റിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ആയോധന കലയായ കളരിപ്പയറ്റിൽ വരും കാലങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും വളർന്നു വരുന്ന തലമുറയെ ഇതിലേക്ക് ആകർഷിക്കുവാനും ഉതകുന്ന രീതിയിലുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മലയോര ജില്ലയായ ഇടുക്കിയിലെ നിരവധി കളരിപ്പയറ്റ് പരിശീലന കേന്ദ്രങ്ങൾ ഭാരവാഹികൾ സന്ദർശിച്ചു. സജീവമായ തൊടുപുഴ മുതൽ കുമളി, നെടുങ്കണ്ടം, അടിമാലി വരെയുള്ള വിവിധ പരിശീലന കേന്ദ്രങ്ങളാണ് ജൂലൈ 22 മുതൽ 24 വരെ തീയതികളിൽ സംസ്ഥാന കളരിപ്പയറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ സന്ദർശിച്ചത്. പരിശീലനക്രമം, ഭൗതിക സാഹചര്യങ്ങൾ, അപര്യാപ്തത എന്നിവ നേരിട്ട് വിലയിരുത്തി ദേശീയ ഗെയിംസിലെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനും ആവശ്യമായ പരിശീലനങ്ങൾ ഗുരുനാഥന്മാർക്കും പഠിതാക്കൾക്കും ജില്ലാതല ക്യാമ്പുകൾ മുഖേന നൽകുമെന്നും സംസ്ഥാന അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് ഗുരുക്കൽ പാമ്പാടുംപാറ ഗുരുമംഗലം CVN കളരി സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞു. കേരളത്തിലെ പിന്നോക്ക ജില്ല എന്നറിയപ്പെടുന്ന ഇടുക്കി ജില്ലയിൽ കളരിപ്പയറ്റിൻ്റെ പ്രചരണത്തിനായി ധാരാളം ഗുരുക്കന്മാരും കളരി സംഘങ്ങളും കളരികളും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഈ കളരി സംഘങ്ങളെ ഏകോപിപ്പിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ നമ്മുടെ ഗുരുക്കന്മാർക്കൊരു സഹായമെന്ന നിലയിലാണ് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ കഴിഞ്ഞ 2 ദിവസമായി ഒരു പ്രതിനിധി എന്ന നിലയിൽ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള എന്നെ അയക്കുകയും ഇടുക്കി ജില്ലയിലെ പല കളരികളും സന്ദർശിച്ച് ആ ഗുരുക്കന്മാരോടൊക്കെ സംവദിച്ച് ഗുരുക്കന്മാരെയും ആ കളരികളിലെ കുട്ടികളെയുമൊക്കെ കളരിപ്പയറ്റിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും നിലവിലെ സാഹചര്യത്തിൽ കളരിപ്പയറ്റിനെ എങ്ങനെ ഗുണപ്പെടുത്തിയെടുക്കാമെന്നതിനെ സംബന്ധിച്ചൊക്കെ ഗുരുക്കന്മാരുമായും കുട്ടികളുമായിട്ടൊക്കെ വലിയ വിശദമായി സംസാരിക്കുകയും കളരികൾ സന്ദർശിക്കുകയും ഒക്കെ കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ചെയ്തു വരികയാണ്. ഇടുക്കി ജില്ലയിലെ നല്ല കഴിവുള്ള ഗുരുക്കന്മാരും അതോടൊപ്പം തന്നെ നല്ല കഴിവുള്ള കുട്ടികളുമൊക്കെ ധാരാളമുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല. വരാൻ പോകുന്ന ഒളിമ്പിക്സ് എന്ന നിലയിൽ നമുക്ക് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വരാൻ പോകുന്ന ദേശീയ ഗെയിംസിലും അതോടൊപ്പം ഖേലോ ഇന്ത്യയിലും സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലും ഒക്കെ വലിയ രീതിയിൽ ഉയർന്നു വരാൻ പറ്റുന്ന തരത്തിലുള്ള കുട്ടികൾ നമ്മൾ ഇടുക്കി ജില്ലയിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയൊരു പരിശ്രമം കേരള കളരിപ്പയറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ നിലവിൽ ഇടുക്കി ജില്ലയിലെ കളരിപ്പയറ്റ് അസോസിയേഷൻ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയപ്പെട്ട രാജശേഖരൻ ഗുരുക്കളുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായൊരു പ്രവർത്തനം നടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിലയിരുത്തൽ എന്ന നിലയിൽ കൂടിയാണ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ഇടുക്കി ജില്ലയിലെ കളരികൾ മുഴുവൻ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഭാവി കാലത്ത് ഇടുക്കി ജില്ലയിൽ ടൂറിസത്തോടൊപ്പം തന്നെ സംബന്ധിച്ചുകൊണ്ട് ടൂറിസം മേഖലയെ കൂടി കളരിപ്പയറ്റ് ബന്ധിച്ചുകൊണ്ട് വലിയ ഉണർവോടുകൂടി വലിയ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ ഇടുക്കി ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അതിനു വേണ്ടിയിട്ട് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ എല്ലാവിധ പിന്തുണയും തീർച്ചയായും ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം ഇന്ന് നമ്മുടെ യാത്ര പാമ്പാടുംപാറ ഗുരുമംഗലം CVN കളരിയിൽ ഇന്നത്തെ നമ്മുടെ 2 ദിവസത്തെ സന്ദർശന പരിപാടി അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന സെപ്റ്റംബർ മാസത്തിൽ ഒരു കളരിപ്പയറ്റ് ക്യാമ്പ് നമ്മൾ ഇടുക്കി ജില്ലയിലെ കളരി വിദ്യാർത്ഥികൾക്കായിട്ട് സംഘടിപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലും അതോടൊപ്പം തന്നെ ദേശീയ ഗെയിംസിലും നാഷണൽ ചാമ്പ്യൻഷിപ്പിലും കൂടാതെ ഖേലോ ഇന്ത്യയിലുമൊക്കെ നമ്മുടെ ഇടുക്കി ജില്ലയിലെ കുട്ടികൾ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന കാര്യം കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തൊടുപുഴ, കുമളി, അടിമാലി, നെടുങ്കണ്ടം എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ച് മേഖലാതല പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കളരി സംഘം പരിശീലന കേന്ദ്ര പരിശോധനകൾക്ക് ജില്ലാ സെക്രട്ടറി GK രാജശേഖരൻ ഗുരുക്കൾ, ഖജാൻജി ജസ്റ്റിൻ മാത്യു ആശാൻ തുടങ്ങിയവരും നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി.
കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം.